നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കൃത്യ പിടികിട്ടുന്നില്ല. ശേഖരനറിയോ ഈ കുട്ടി ആരാണെന്ന്? ഇല്ല സാർ, എന്തായാലും ഒരു പണക്കാരി കുട്ടിയാവും, അതുറപ്പാ. കാരണം അപ്പാവി കേസുകൾക്ക് വേണ്ടി ശരത്ത് വലവിരിക്കാറില്ല. എന്റെ കയ്യിലും മനസാക്ഷിയിലും കടുംചോരയുടെ കറ തെറിപ്പിച്ചത് ശരത്ത. അവരോട് തീർത്താ തീരാത്ത പകയുണ്ട് എനിക്ക്. നാട് വിടും മുമ്പ് അവനിട്ട് കൊടുക്കാവുന്ന പണിയൊക്കെ ഞാൻ കൊടുക്കും. ഞാൻ മാത്രമല്ല, അവനെ പണിയാൻ തരം നോക്കി തക്കം പാർത്തിരിക്കുന്നൊരു വേറെയുണ്ട്. അടിയിൽ നിന്നൊരൊറ്റ ചീട്ട് വലിച്ചാൽ മതി, ബാക്കി ആട്ടപ്പടലം വീണോ. ശേഖർ പറഞ്ഞാൽ ശരി. ഇനി ഒരു പെൺകുട്ടിയുടെയും കണ്ണീര് അവൻ കാരണം ഭൂമിക്ക് ഉപ്പാവരുത്. ശേഖർ, ഈ വീഡിയോ എനിക്കൊന്ന് അയച്ചേക്കാം. എന്ത് ചെയ്യാൻ പറ്റുന്ന ഞാനൊന്ന് നോക്കട്ടെ. അയക്കാം, പക്ഷെ ഞാനാണ് അയച്ചതെന്ന് ശരത്ത് അറിയില്ല ശേഖർ. കൂടെ നിൽക്കുന്നവരുടെ സേഫ്റ്റി എന്റെ അഷുറൻസ് ആണ് ശേഖർ. അമ്മ എന്താ പതിവില്ലാതെ ഇവിടെ വന്നിരിക്കുന്നത്? എന്താ എനിക്കിവിടെ ഇരിക്കാൻ നിന്റെ ശരത്തിന്റെ പെർമിഷൻ വേണോ? എന്ത് പറഞ്ഞാലും അതിന്റെ ഇടയിലേക്ക് ശരത്തേണ്ണ വലിച്ചഴിക്കുന്ന എന്തിനാ? പിന്നെ ഈ കാണുന്ന പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഒന്നും അറിയാത്തവനെ പോലെ ഊരും ചുറ്റി നടക്കുന്ന അവനെ വെറുതെ വിടണോന്നാണോ? അമ്മ എന്തെങ്കിലും ചെയ്. പോയിട്ടെന്തായി? നിരഞ്ജൻ ഡോക്ടറെ കണ്ടു മനോരേട്ട? കണ്ടു. എന്നിട്ട് കാശ് നാളെ തരാന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇനി ആ പലിശക്കാരനെ പേടിച്ച് കഴിയണ്ടല്ലോ, അത്രേ ആശ്വാസം. അങ്ങനെ ആശ്വസിക്കണ്ട പാർവതി. വകതിരിവില്ലാത്ത മക്കളുള്ള എല്ലാ അച്ഛനമ്മമാരുടെയും ഗതി ഇത് തന്നെയായിരിക്കും. നാണം കെട്ട് നാട്ടുകാരുടെ മുമ്പിൽ കൈ നീട്ടിയും അങ്ങ് ജീവിച്ചു പോവാം, അത്ര തന്നെ. ആ, നീ കുറച്ച് വെള്ളം ഇങ്ങെടുത്തേ. കുറെ നാളുകൾക്ക് ശേഷേ ഒരല്പം ആശ്വാസം കിട്ടിയ ദിവസമായിരുന്നു. കഴിക്കാനും എടുത്തു. ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ടു. എടാ, ഇങ്ങനെ LST സ്റ്റാമ്പ് വെച്ചോടും കുഞ്ഞു കുഞ്ഞു സ്നാച്ചിങ് കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. പിന്നെ എന്ത് വേണോ? ഇനി കളിക്കേണ്ടത് വലിയ കളികളാ. എന്ന് വെച്ചാ മരുന്ന് കമ്പനികളുടെയും സ്വർണ്ണക്കടകളുടെയും പ്രൈവറ്റ് ഫിനാൻസ് കമ്പനികളുടെയും വണ്ടിക്ക് പൈലറ്റ് പോകണം. അതുകൊണ്ട് നമുക്ക് ശമ്പളമല്ലേ ഉള്ളൂ. ഓഹ് എടാ മണ്ട, പൈലറ്റ് പോകാൻ പറഞ്ഞ അത് മുക്കാൻ. എത്ര കിട്ടിയാലും മനുഷ്യന് മതി വരാത്തത് ഒന്നേ ഉള്ളൂ. അതെന്താ? പണം. അതെന്തുകൊണ്ടാ? പണം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എന്തും കിട്ടും. ഈ ലോകത്തെ മുഴുവനും നമുക്ക് വാങ്ങാം. ഒരു മിനിറ്റ്. ഹലോ, ശരത്തേണ്ണത് എവിടെയാ? ഞാൻ പുറത്താ. പറയ്. ഒരു സന്തോഷ വാർത്തയുണ്ട്. അതെന്താ? നിന്റെ ദേവിയെടുത്ത് ചത്തോ? കുന്തം, അതൊന്നും അല്ല. പിന്നെ ആ പലിശക്കാരന് കൊടുക്കാനുള്ള 10 ലക്ഷം ഓക്കെ ആയി. ആണോ? എവിടുന്ന്? അച്ഛനെ അങ്ങേര് കൊടുക്കാന്ന് പറഞ്ഞു ആ നിരഞ്ജൻ ഡോക്ടർ. അത് കലക്കി. താടിക്ക് തീ പിടിക്കട്ടെ, നമുക്ക് വീടി കത്തിക്കാം. എന്താ മനസ്സിലായില്ല? ഒന്നുമില്ലേ, ഞാനൊരു തമാശ പറഞ്ഞ. നിത്യക്കുട്ടി വെച്ചു. ശരത്തേട്ടൻ നിന്ന് സന്തോഷരാ. അച്ഛാ, പ്രേമേ, കുഞ്ഞളിയാ, സില്ലു, ഞാൻ എന്റെ പാർട്ടിക്ക് പേരിട്ടു. എന്താ ചേട്ടച്ചാ?
ഇതുമായിട്ട് ബന്ധപ്പെട്ട വല്ലതും ആയിരിക്കും. സിലുമോളെ സുല്ല് ചേട്ടച്ച ഒന്ന് പറഞ്ഞോട്ടെ. അളിയൻ പറ കേൾക്കട്ടെ. എന്നതാ രംഗ? ഞാൻ പറയാം. LUP, അതായത് ലോക ഉഡായിപ്പ് പാർട്ടി. അയ്യോ. അച്ഛാ ഇവൾ വായ അടച്ചാ ഞാൻ പറയാം. പ്രേമേ നീ മിണ്ടരുത്. ആ രംഗം പറയട്ടെ. പറയ രംഗ. RAP. ഒരു ആം ആദ്മി പാർട്ടിയുടെ ടച്ച് ഉണ്ടല്ലോ. ഇതിന്റെ ഫുൾ ഫോം എന്താ അളിയാ? രംഗൻസ് ആത്മി പാർട്ടി. ഓ, ആഹാ. എന്താ രംഗ ചിഹ്നം? ചൂലാണോ? കുറ്റിച്ചൂല് വെക്കാമെന്ന് കരുതിയതാ അച്ഛാ. പക്ഷേ അത് പ്രേമയെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് കരുതി ഞാനത് വേണ്ടാന്ന് വെച്ചു. നിങ്ങളെ കാണ്ടാമൃഗത്തെ വെക്ക്, അതാ കറക്റ്റ്. ഞാൻ കഴുതയാണ് ചിഹ്നമായി ഉദ്ദേശിക്കുന്നത്. ആ അത് കലക്കി, ബന്ധുബലം കൂടുമല്ലോ. എന്നാ അളിയന്റെ പാർട്ടി പ്രഖ്യാപനം? അത് അളിയന്റെ കല്യാണ പന്തലിൽ വെച്ച്. അതല്ലേ അതിന്റെ ഒരു ഇത്. ആ ശുക്കൂറെ പറയ്. വിസ തട്ടിപ്പ് കേസ് ഉണ്ടെന്നോ? നീ ശരിക്കും അന്വേഷിച്ചിട്ട് കൃത്യമായ വിവരം പറഞ്ഞാ മതി. ആ ഓ ശരി. എന്താ അളിയാ? ഒന്നുമില്ല എളിയ. നമ്മളെ കുടുംബത്തെ ഊശിയാക്കാൻ ഞാൻ ആരെങ്കിലും സമ്മതിക്കോ? ഇല്ല. അമൃതരംഗൻ പൊട്ടനായി അഭിനയിക്കേ ഉള്ളൂ, പക്ഷെ പൊട്ടനല്ല. ബാക്കി ഞാൻ വഴിയേ പറയാം. ഇന്ന് തന്നെ വേണോ ക്യാഷ്? വേണം. ഒറിജിനൽ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ? മനസ്സിലായില്ല. അഖിലേ പറഞ്ഞു കൊടുക്ക്. കള്ളൻ. ഒറിജിനൽ ആണെന്ന് തോന്നുന്ന കള്ളൻ. ആ മതി, അത് മതി. കാണുമ്പോ സുന്ദര ഗാന്ധി ആയിരിക്കണം, കണ്ണാടി വിട്ടു പോകല്ലേ. ഇല്ല, പക്ഷെ ശരത്തെ നാളെ അവൻ ക്യാഷ് കിട്ടാൻ. ഇന്ന് തന്നെ എങ്ങനെയൊന്ന് അറേഞ്ച് ചെയ്താ പ്ലീസ്. മരിയ പനാജിയിലേക്ക് വിളിക്കാം. പപ്പു സേട്ടിനോട് 10 ലക്ഷം രൂപ കൊടുത്തുവിടാൻ പറ. വയ റോഡ്. ശരി സർ. കൂൾ മാൻ. പണം വരും. അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വാക്ക് മാറ്റാറില്ല. അതെനിക്കറിയാം. പണം വരും. പിന്നെ ചിലപ്പോ 1-2 ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നിന്നിരിക്കും. അതുവരെ ശരത്ത് പിടിച്ചു നിൽക്കണം. എത്രയും വേഗം, ഏറ്റവും അടുത്ത ദിവസം. കൂൾ. സ്ലോ ആൻഡ് സ്റ്റഡി ദ വിൻഡ് റേസ് എന്നല്ലേ? അതറിയാം. പയ്യെ തിന്നാ പനയും തിന്നാവുന്നല്ലേ? പനം കള്ളും കുടിക്കാം. എന്തു പറഞ്ഞു പനാജി സേട്ട്? തരും. സാറിന് തിരികെ വിളിക്കാന്ന് പറഞ്ഞു. ഡൺ. അപ്പോ ഉടൻ കാശ് കിട്ടുമല്ലേ? കിട്ടും, തരും. അതുകൊണ്ട് ഉള്ള കഞ്ഞിയും കുടിച്ച് കിട്ടൻ ഉറങ്ങിക്കോ. ഓ ഓ ഓ ഓ ഓ കരയാതെ. ഓ ഓ കരയാതെ. ഈ ചീവീനെ എടുത്തോണ്ടേ വല്ലതും തിന്നാൻ കൊടുക്ക. അത്രയും സമയമെങ്കിലും മനുഷ്യന് സ്വസ്ഥത കിട്ടുമല്ലോ. ഇന്നും കൂടി ഊട്ടിയോ ഉറക്കമൊക്കെ ചെയ്തോ, നാളെ മുതൽ രണ്ട് ദിക്കില. അമ്മ അയ്യോ അങ്ങനെ പറയില്ല അമ്മ. എന്റെ കുഞ്ഞിനെ ആർക്കും കൊടുക്കല്ലേ, എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഞങ്ങൾ എവിടേക്കെങ്കിലും പൊയ്ക്കോളാം. സ്വന്തം വീട് വിട്ട് ഇറങ്ങി തിരിച്ചപ്പോ നീ നിന്റെ വീട്ടുകാരെ കുറിച്ച് ഓർത്തോ? അതിന് കടവുൾ നിനക്ക് തന്ന ശിക്ഷയാ, അനുഭവിച്ചോ. ദേ ഞാനൊന്ന് മയങ്ങാൻ പോവാ. ഇതിന്റെ ഒച്ച കേട്ടേക്കരുത് ഇവിടെ. ഇല്ല, ഞാൻ നോക്കിക്കോളാം. ആ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ കെട്ടിപ്പറക്കി വെച്ചോണം. വെളുപ്പിനെ പുറപ്പെടേണ്ടതാ.